വീണ്ടും ഒരു ഓണക്കാലം കൂടെ വന്നിരിക്കുന്നു. കാർഷിക സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും കാലമായിട്ടാണ് നമ്മൾ ഓണത്തിനെ വിലയിരുത്തുന്നത്. കാർഷിക അഭിവൃദ്ധി മുൻകാലങ്ങളിൽ സ്വന്തമായി വിളയിച്ചെടുക്കുന്ന കായ്കളും മറ്റ് ഫലങ്ങളും നമ്മൾ വാണിജ്യ ചന്തകളിൽ വിറ്റിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് കർഷകർ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ആഴ്ചയിൽ 2-3 ദിവസം ചന്തയുണ്ടായിരുന്നു. സ്വന്തം കർഷകർ വിളയിച്ചെടുക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ ആ ചന്തയിൽ കൊണ്ടുവരികയും പരസ്പരം വിൽപ്പന നടത്തുകയും പരസ്പരം സൗഹൃദങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. കന്നുകൂട്ടു മത്സരങ്ങളുണ്ടായിരുന്നു. സ്വന്തമായി കൃഷി ചെയ്യുന്ന നെല്ലും കൊലയും ചേനയും ചീനിയും ഒക്കെ സ്വന്തമായി വീട്ടിൽ ഉപയോഗിക്കുകയും പൊതുജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറി. അലോട്ടുകൾ അനുസരിച്ച് മഴ പെയ്യുന്ന കാലമാണ്. ഏതു സമയവും മഴ പെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. അഥവാ എന്തെങ്കിലും വിളയിച്ചെടുത്താൽ അത് വിപണികളിൽ കൊണ്ടുപോയി കടം കൊടുക്കേണ്ട കാലമായി. കാലത്തിൻ്റെ ഓരോ മാറ്റങ്ങളിലൂടെ പുതുതലമുറയ്ക്ക് കാളയും കലപ്പയും ഒന്നും അറിയാതായി. അവർക്ക് മൊബൈൽ ഫോണും കറങ്ങുന്ന ഗ്രില്ലി ചിക്കനും മാത്രമേ അറിയൂ. പണ്ടൊരു സൗഹൃദ കൂട്ടായ്മയുണ്ടായിരുന്നു. കർഷകർക്കൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. ഇന്ന് നിലങ്ങളെല്ലാം നികത്തപ്പെട്ടിരിക്കുന്നു. കൃഷികൾ കാണാൻ പോലുമില്ല. പക്ഷേ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലുണ്ട്. പക്ഷേ കൃഷികളൊന്നും കാണാനില്ല. കൃഷി ചെയ്യാൻ സ്ഥലങ്ങളുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ ആളില്ല. കൃഷി ചെയ്യുന്ന അതിന് അമിതമായ കൂലിയാണ് ഇപ്പോൾ ഉള്ളത്. ആ കൂലി കൊടുത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥ വിഭജനം അനുസരിച്ച് ഒരുവിധം രക്ഷപ്പെട്ട് കൃഷി വന്നാലും അത് നഷ്ടത്തിലാണ് ഇപ്പോൾ കലാശിക്കുന്നത്. നമ്മുടെ നല്ല കാലത്തിൻ്റെ അഭിവൃദ്ധിയെ കൃഷിയിലൂടെയും ഓണം വരുന്ന കാലങ്ങളിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ച് ഓണത്തിന് വേണ്ടി വിറ്റ് അതിൻ്റെ പണമെടുത്ത് ഉപയോഗിച്ച് നല്ല അഭിവൃദ്ധിയിൽ ഓണം കൊണ്ടിരുന്നൊരു പഴയ കാലമുണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന പെൻഷനും മറ്റും പ്രതീക്ഷിച്ചാണ് മാവേലി സ്റ്റോറുകളിൽ നിന്നോ ത്രിവേണികളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ഫ്രീ കിറ്റുകളെയൊക്കെ ആശ്രയിച്ചാണ് ഇപ്പോഴത്തെ ഓണം പോകുന്നത്. പിന്നെ മറ്റ് കച്ചവടത്തിന് വേണ്ടി പറയുന്ന ഓഫറുകളും അതാണ് ഇപ്പോഴത്തെ ഓണം. പഴയ ഒരു കാലഘട്ടം ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ മ്യൂസിയത്തിലോ വല്ലതും കലപ്പയും നുകവും ഒക്കെ കൊണ്ടുവച്ച് കാണിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാലമായിരിക്കുന്നു. കാർഷിക അഭിവൃദ്ധിയെല്ലാം കടന്നു പോയിരിക്കുന്നു. ആ പഴയ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സ്കൂളിൽ മഴ നനഞ്ഞുകൊണ്ട് ചേമ്പല തലയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ പോയ കാലമുണ്ടായിരുന്നു. അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് ഇനി എന്താണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലോട്ട് മാറുകയാണ് ഇപ്പോഴും. ഈ ഒരു ഓരോ ഓണവും നമുക്ക് പുതിയ അനുഭവങ്ങളാണ് പണ്ട് സമ്മാനിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഓരോ ഓണവും പോകുന്നത്. ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് മൊബൈൽ ഫോണുകളും എല്ലാം വന്ന് ആളുകളെല്ലാം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റൊരാളെ കണ്ടാൽ മുഖം ഉയർത്തി സംസാരിക്കാനോ ചിരിക്കാനോ സമയമില്ല. മൊബൈലിൽ നോക്കി തന്നെ വീട്ടിലൊരാൾ കടന്നു ചെന്നാൽ പോലും പുതിയ തലമുറ അവരെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. മൊബൈലിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബന്ധത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗുഡ് ബൈ.